ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിളായിരുന്നു, എന്നാലും നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, 4ൻ്റെ ആദ്യത്തെ 4 ഗുണിതങ്ങളുടെ ശരാശരി. ഇത് വളരെ സിമ്പിളാണ്. ഒന്നുകിൽ 4ൻ്റെ ആദ്യത്തെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 4, 8, 12, 16. ഇതിൻ്റെ സം എടുക്കുക, ടോട്ടൽ നമുക്ക് 40 കിട്ടും. അതിനെ എണ്ണമായ 4 കൊണ്ട് ഹരിക്കുക. സോ നമുക്ക് കിട്ടും അതിൻ്റെ 4 ഗുണിതങ്ങളുടെ ശരാശരി 10 കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 52ാമത്തേത്, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 3:4. അവയുടെ ഗുണനഫലം 1728 ആയാൽ ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ നമ്മളുടെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 3:4 ആയതുകൊണ്ട് സംഖ്യകൾ നമുക്ക് 3x-ഉം 4x-ഉം ആയിട്ട് എടുക്കാം. സോ അതിൻ്റെ ഗുണനഫലം 3x × 4x, അത് നമുക്ക് തന്നിട്ടുണ്ട് 1728. അതായത് 12x² നമുക്ക് 1728 എന്ന് കിട്ടി. അപ്പോൾ x² നമുക്ക് കിട്ടും 144. സോ x എന്ന് പറയുന്നത് 144ൻ്റെ റൂട്ടാണ്. അതായത് x 12 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് ചെറിയ സംഖ്യ ഏതെന്നാണ്. ചെറിയ സംഖ്യ നമ്മൾ എടുത്തിരിക്കുന്നത് 3x ആണ്. സോ 3 × 12 36. ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്തത് 1/-2 ദ ഹോൾ റേസ്റ്റ് -2ൻ്റെ വില. അപ്പോൾ നമുക്ക് ഈ താഴെയുള്ള പവർ -2 മുകളിലേക്ക് എടുക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. സോ അത് -2 ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഒരു സ്ക്വയർ വരുന്ന സമയത്ത് അത് പോസിറ്റീവായിട്ട് മാറും. സോ 2² 4 ആയിട്ട് മാറും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു സെക്കൻഡ് ഒരു മണിക്കൂറിൻ്റെ എത്ര ദശാംശമാണെന്നാണ് ചോദ്യം. ഇതും വളരെ സിമ്പിളാണ്. ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. ഒരു മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ് ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ എത്ര സെക്കൻഡാണ്? ഒരു മണിക്കൂർ 60 × 60 സെക്കൻഡാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സെക്കൻഡ് ഒരു മണിക്കൂറിൻ്റെ എത്ര ദശാംശമാണെന്നാണ്. സോ ഒരു സെക്കൻഡ് സമം 1/60 × 60 അവർ. ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ ആൻസർ 0.00027 എന്ന് കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്തത്, ഒരു ക്ലോക്കിലെ 5 മണിയിലേക്ക് ചൂണ്ടുന്ന സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയാണെന്നാണ്. സോ 5 മണി എന്ന് പറയുമ്പോൾ 5 മണി, എന്താ പറയുക, മണിക്കൂർ സൂചി 5ൻ്റെ നേരെയും മിനിറ്റ് സൂചി 12ൻ്റെ നേരെയായിരിക്കും. സോ ആംഗിൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒന്നുകിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ആംഗിളിൻ്റെ 30h - 11/2m. ഇവിടെ h എന്ന് പറയുന്നത് 5ഉം m എന്ന് പറയുന്നത് 0യുമാണ് അല്ലേ. മിനിറ്റ് 5 മണി എന്ന് പറഞ്ഞാൽ 5 0 ആണ്. സോ 30 × 5 നമുക്ക് 150 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 150 ഡിഗ്രി. അടുത്ത ചോദ്യം, x ഒരു പോസിറ്റീവ് രേഖീയ സംഖ്യ ആയാൽ 3x + 3⁻1 - xൻ്റെ ഏറ്റവും കുറഞ്ഞ വില. ഇത് കുറച്ച് എന്താ പറയുക ഹാർഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഒരു പോയിന്റ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുള്ളൂ. സോ നമുക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിത്മെറ്റിക് മീൻ > ജിയോമെട്രിക് മീൻ. ഇത് നമുക്ക് ഓർമ്മയിൽ വരണം. ഓക്കെ, സോ അരിത്മെറ്റിക് മീനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാൻ പറ്റും. രണ്ട് നമ്പറിൻ്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b / 2 ആണ്. ജിയോമെട്രിക് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ √a/b ആണ്. a × b, √a × b. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് a 3x-ഉം b 3⁻1 - x ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് a + b / 2 അല്ലേ. അതായത് 3x + 3⁻1 - x/2. അത് ജിയോമെട്രിക് മീനിനെക്കാളും വലുതായിരിക്കും. > √3x × 3⁻1 - x. ആ റൂട്ടിനകത്തുള്ള 3x-ഉം 3⁻1 - x-ഉം അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂട്ടിനകത്ത് √3 എന്ന് മാത്രം വരും. കാരണം 3⁻1 - x-നെ എനിക്ക് 3 × 3⁻⁻x എന്ന് എഴുതാം. റൂട്ടിനകത്ത് 3x-ഉം ഉണ്ട് 3⁻⁻x-ഉം ഉണ്ട്. രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് 3⁻0 ആയിട്ട് മാറും, അത് 1 ആയിട്ട് മാറും. സോ റൂട്ടിനകത്ത് 3 മാത്രമേ വരുള്ളൂ. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 3x + 3⁻1 - x എന്ന് പറയുന്നത് > 2√3 എന്ന് വരും. അതായത് 3x + 3⁻1 - xൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 2√3 ആണ്. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി. അടുത്തത്, ചോദ്യചിഹ്നമുള്ള ഭാഗത്തെ സംഖ്യ കണ്ടുപിടിക്കുക. 3, 7, 23, 95. ഇതും സിമ്പിളാണ്. 3, അടുത്ത നമ്പർ 7 കിട്ടാൻ വേണ്ടി 3നോട് 2 ഗുണിച്ചു, എന്നിട്ട് 1 കൂട്ടി. അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി 7നോട് 3 ഗുണിച്ചു, 2 കൂട്ടി. 23നോട് 4 ഗുണിച്ചു, 3 കൂട്ടി. അടുത്ത എത്രയായിരിക്കും? നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ 95നോട് 5 ഗുണിച്ചിട്ട് 4 കൂട്ടിയാൽ മതി. അതായത് 479. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 479.
താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.